തൊണ്ടിമുതൽ കേസിൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആന്റണി രാജുവിന്റെ ആവശ്യത്തെ എതിർത്ത് പ്രോസിക്യൂഷൻ. സ്ഥാനാർത്ഥിത്വം മൗലികാവകാശമല്ലെന്ന് പ്രോസിക്യൂഷൻ. ആന്റണി രാജുവിന്റെ അപ്പീലിൽ ഹൈക്കോടതി വാദം കേൾക്കവെയാണ് പ്രോസിക്യൂഷൻ എതിർപ്പ് അറിയിച്ചത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാണ് ആന്റണി രാജുവിന്റെ ആവശ്യം. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം ദേവരാജ്, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ അപ്പീലുമായി ഇപ്പോൾ ആന്റണി രാജു എത്തിയിരിക്കുന്നത്. ഇതിൽ വാദം തുടരുമ്പോൾ പ്രോസിക്യൂഷന്റെ എതിർവാദങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തൊണ്ടിമുതൽ കേസിൽ നേരത്തെ 3 വർഷത്തെ ശിക്ഷാവിധിയാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ആന്റണി രാജുവിന് നൽകിയത്. ഈ ശിക്ഷാവിധി സ്റ്റേ ചെയ്യാൻ സെഷൻസ് കോടതി തയ്യാറായില്ല. തുടർന്നാണ് അപ്പീലുമായി ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൽ ഇന്ന് വാദം കേൾക്കവെയാണ് പ്രോസിക്യൂഷൻ ഈ ആന്റണി രാജുവിന്റെ താൻ സ്ഥാനാർത്ഥിയാകാനിരിക്കുകയാണ്, നിലവിൽ MLA ആണ്, ഇനിയും സ്ഥാനാർത്ഥിയാകാനിരിക്കുകയാണ്, അതുകൊണ്ട് ശിക്ഷാവിധി സ്റ്റേ ചെയ്യണം എന്ന ആവശ്യത്തെ പ്രോസിക്യൂഷൻ എതിർക്കുന്നത്. ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആന്റണി രാജുവിന്റെ ആവശ്യത്തെ എതിർത്താണ് പ്രോസിക്യൂഷൻ സ്ഥാനാർത്ഥിത്വം മൗലികാവകാശമല്ല എന്ന് വ്യക്തമാക്കുന്നത്. അപ്പീലിൽ ഹൈക്കോടതി വാദം കേൾക്കവെയാണ് പ്രോസിക്യൂഷന്റെ ഈ രീതിയിലുള്ള എതിർപ്പ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നതാണ് ആന്റണി രാജു ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മൗലികാവകാശമല്ല എന്നാണ് ഈ അപ്പീലിനെ എതിർത്ത് പ്രോസിക്യൂഷൻ നിലപാടെടുത്തത്. ഒപ്പം തെരഞ്ഞെടുപ്പിലെ മത്സരം ശിക്ഷാവിധി മരവിപ്പിക്കാനുള്ള പ്രത്യേക സാഹചര്യമല്ല, അതായത് സ്ഥാനാർത്ഥിത്വം ഈ ശിക്ഷാവിധി മരവിപ്പിക്കാനുള്ള പ്രത്യേക സാഹചര്യമല്ല എന്നുകൂടി പ്രോസിക്യൂഷൻ നിലപാടെടുക്കുകയും ചെയ്തു. ഇന്ന് ഹർജിയിൽ വാദം കേൾക്കവേ, അപ്പീലിൽ വാദം കേൾക്കവേ പ്രോസിക്യൂഷനോട് നിരവധിയായ ചോദ്യങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അത്തരം ഈ ചോദ്യങ്ങളിലെല്ലാം പ്രോസിക്യൂഷൻ വ്യക്തത വരുത്തണം. 2 ദിവസത്തിനുള്ളിൽ വ്യക്തത വരുത്തുകയും മറ്റന്നാൾ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്യണം. ആരാണ് തൊണ്ടിമുതലിൽ മാറ്റം വരുത്തിയത് എന്നതിൽ വ്യക്തത വരുത്തണം. മയക്കുമരുന്ന് ഒളിപ്പിച്ച അടിവസ്ത്രം തിരിച്ചു നൽകാൻ മജിസ്ട്രേറ്റ് നിർദ്ദേശം നൽകിയോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണം. ജൂനിയർ അഭിഭാഷകനായ ആന്റണി രാജു തൊണ്ടിമുതൽ വാങ്ങി നൽകിയത് തന്റെ കക്ഷിക്ക് വേണ്ടിയല്ലേ എന്നൊരു ചോദ്യവും കൂടി ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടാവുകയും ചെയ്തു. അഭിഭാഷകൻ കക്ഷിക്ക് വേണ്ടി ജോലി ചെയ്തു എന്നതിനപ്പുറം എന്താണ് കുറ്റകൃത്യമെന്നതാണ് ഹൈക്കോടതി ചോദിക്കുന്നത്, പ്രോസിക്യൂഷനോട് ചോദിക്കുന്നത്. ആന്റണി രാജുവാണ് തൊണ്ടിമുതലിൽ കൃത്രിമത്വം കാട്ടിയത് എന്നതിന് എന്താണ് തെളിവ് എന്ന ചോദ്യവും കൂടി ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. ആന്റണി രാജു കുറ്റം ചെയ്തുവെന്ന കണ്ടെത്തലിലേക്ക് മജിസ്ട്രേറ്റ് കോടതി എങ്ങനെ എത്തി? കേസിലെ സാക്ഷിയായി നിർണായകമായ വാദം പുരോഗമിക്കുകയാണ് ഹൈക്കോടതിയിൽ. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.